നമസ്കാരം, ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. രാജ്യത്തെ അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ പെൻഷൻ പരിധിയിൽ കൊണ്ടുവരാൻ പദ്ധതി. കാർഷിക നിർമ്മാണ മേഖലകളിലെ തൊഴിലാളികളുടെ ജീവിതം സുരക്ഷിതമാക്കുകയാണ് ലക്ഷ്യം. GST നേട്ടങ്ങൾ ഉപഭോക്താക്കളിലേക്ക് കൈമാറാൻ വ്യവസായികൾ തയ്യാറാകണമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഈ നീക്കം ഡിമാൻഡും കയറ്റുമതിയും വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി. GST നിരക്ക് കുറയ്ക്കൽ മൂലം ഈ വർഷം കേന്ദ്ര സർക്കാരിന് 3700 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമെന്ന് SBI. CPI പണപ്പെരുപ്പം 75 ബേസ് പോയിന്റ് വരെ കുറയാൻ സാധ്യത. GST നിരക്കിളവ് ധനക്കമ്മിയിൽ സ്വാധീനം ചെലുത്തുമെന്ന് സാമ്പത്തിക വിദഗ്ധർ. ഉത്സവ സീസണിന് മുമ്പ് ഇന്ത്യയുടെ ചില്ലറ പണപ്പെരുപ്പം കുറയുമെന്ന് കണക്കാക്കപ്പെടുന്നു. സംസ്ഥാനത്ത് ഓണത്തിന് റെക്കോർഡ് മദ്യവിൽപ്പന. 10 ദിവസം കൊണ്ട് വിറ്റത് 826 കോടിയുടെ മദ്യം. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് സമ്മിശ്രമായി വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 7 പോയിന്റ് താഴ്ന്ന് 80,710-ലും നിഫ്റ്റി 6 പോയിന്റ് ഉയർന്ന് 24,741-ലും ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓഹരികളിൽ M&M, ഐഷർ മോട്ടോഴ്സ്, മാരുതി സുസുക്കി, റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നിവ മികച്ച നേട്ടമുണ്ടാക്കിയപ്പോൾ ITC, TCS, ഇൻഫോസിസ് എന്നിവ നഷ്ടത്തിൽ അവസാനിപ്പിച്ചു. സെക്ടർ സൂചികളിൽ റിയൽറ്റി, FMCG, IT സൂചികൾ 1% വീതം താഴ്ന്നപ്പോൾ ഓട്ടോ സൂചിക 1.3%, മീഡിയ, മെറ്റൽ സൂചികൾ 0.5% ഉയർന്നു. BCA, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സൂചികൾ 0.10% വീതം ഇടിഞ്ഞു. രാജ്യത്തെ അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ പെൻഷൻ പരിധിയിൽ കൊണ്ടുവരാൻ പദ്ധതി. കാർഷിക നിർമ്മാണ മേഖലകളിലെ തൊഴിലാളികളുടെ ജീവിതം സുരക്ഷിതമാക്കുകയാണ് ലക്ഷ്യം. രാജ്യത്തെ 46% തൊഴിലാളികളും അസംഘടിത മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. 26 കോടിയിലധികം തൊഴിലാളികളാണ് ഈ മേഖലയിലുള്ളത്. അവരിൽ ഭൂരിഭാഗവും ഒരു ഔപചാരിക പെൻഷൻ പദ്ധതിയിൽ അംഗങ്ങളല്ല. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ഇപ്പോൾ കർഷക ഉൽപ്പാദക സംഘടനകളുമായും മൈക്രോ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങളുമായും ബന്ധപ്പെട്ട് അനൗപചാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ പെൻഷൻ പരിധിയിലേക്ക് കൊണ്ടുവരുവാൻ തീരുമാനിച്ചു. 2009 സ്വകാര്യ പൗരന്മാർക്ക് NBS തുറന്നുകൊടുത്തു. എന്നിരുന്നാലും ഈ വിഭാഗത്തിൽ പങ്കാളിത്തം നിർബന്ധമല്ലാത്തതിനാൽ കാര്യമായ മുന്നേറ്റം ഉണ്ടായില്ല. ഇത് സുഗമമാക്കുന്നതിന് PFRDI, ബാങ്കുകൾ, സെബിയിൽ രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങൾ, IRDIയിൽ രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങൾ എന്നിവ പോയിന്റ് ഓഫ് പ്രസൻസ് ആയി രജിസ്റ്റർ ചെയ്തു. നിലവിൽ APY, NPS എന്നിവയ്ക്കുള്ള സംയോജിത വരിക്കാരുടെ എണ്ണം 8 കോടിയിലധികമാണ്. ഇതിൽ APYയിൽ 6.75 കോടിയും NPSൽ 2 കോടിയും ഉൾപ്പെടുന്നു. സർക്കാർ ഇതര വിഭാഗത്തിൽ ഏകദേശം 70 ലക്ഷം വരിക്കാരുണ്ട്. അനൗപചാരിക മേഖലയിലെ തൊഴിലാളികളെ പെൻഷൻ ഫണ്ടിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ ഈ വിഭാഗത്തിലെ 1 കോടി വരിക്കാരുടെ അടിത്തറ സൃഷ്ടിക്കുക എന്നതാണ് PFDRA ലക്ഷ്യമിടുന്നത്. അടുത്തയിടെ അവതരിപ്പിച്ച NBS വാത്സല്യയിൽ ഇതുവരെ 1.4 ലക്ഷം കുട്ടികൾ ചേർന്നിട്ടുണ്ട്. ഇക്വിറ്റി, കോർപ്പറേറ്റ് ബോണ്ടുകൾ, സർക്കാർ സെക്യൂരിറ്റികൾ എന്നീ 3 വിഭാഗങ്ങളിലായി NBSനുള്ളിലെ ഫണ്ടുകൾ വിപണിയിൽ നിക്ഷേപിക്കുന്നു. 10 പെൻഷൻ ഫണ്ട് മാനേജർമാരാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. GST നേട്ടങ്ങൾ ഉപഭോക്താക്കളിലേക്ക് കൈമാറാൻ വ്യവസായികൾ തയ്യാറാകണമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഈ നീക്കം ഡിമാൻഡും കയറ്റുമതിയും വർദ്ധിപ്പിക്കുകയും രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കുകയും ചെയ്യും. GST നിരക്കിളവിന്റെ ആനുകൂല്യങ്ങൾ ഉപഭോക്താക്കൾ കൈമാറണമെന്ന് പീയൂഷ് ഗോയൽ രാജ്യത്തെ വ്യവസായികളോട് അഭ്യർത്ഥിച്ചു. വ്യവസായികൾ അതിന് പ്രതിജ്ഞാബദ്ധമാണെന്നും വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. സെപ്റ്റംബർ 22 മുതൽ പ്രാബല്യത്തിൽ വരുന്ന GST പരിഷ്കാരങ്ങൾ SMEകൾക്കും കയറ്റുമതിക്കാർക്കും ഇൻപുട്ട് ചെലവ് കുറയ്ക്കുമെന്നും പണപ്പെരുപ്പ സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. GST പരിഷ്കരണം സമ്പദ് വ്യവസ്ഥയ്ക്ക് കൂടുതൽ ഉത്തേജനം നൽകുകയും വളർച്ചയെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ നീക്കം ഡിമാൻഡും കയറ്റുമതിയും വർദ്ധിപ്പിക്കുകയും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കുകയും ചെയ്യും. ഈ വർഷത്തെ ചരക്കുകളുടെയും സേവനങ്ങളുടെയും കയറ്റുമതി കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലാകുമെന്ന് മന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഉപഭോക്താക്കൾക്ക് ഇത് വളരെ പ്രത്യേകമായ ഒരു വർഷമാണ്. ബുധനാഴ്ച പ്രഖ്യാപിച്ച കേന്ദ്ര ബജറ്റിലൂടെയും GST പരിഷ്കാരങ്ങളിലൂടെയും പ്രാബല്യത്തിൽ വന്ന ആദായ നികുതി ആനുകൂല്യങ്ങളെ പരാമർശിച്ച് അദ്ദേഹം പറഞ്ഞു, നിങ്ങളോടുള്ള എന്റെ അഭ്യർത്ഥന GST കുറയ്ക്കുന്നതിലൂടെ ലാഭിക്കുന്ന ഓരോ രൂപയും ഉപഭോക്താക്കന് കൈമാറുമെന്ന് ഉറപ്പാക്കുക. ഈ പുതിയ നിരക്കിന്റെ നേട്ടം നിങ്ങളുടെ വ്യവസായത്തിലുടനീളമുള്ള എല്ലാ ഉൽപ്പന്നങ്ങളിലും 5% ഞാൻ കരുതുന്നു.
ഇതൊരു വലിയ ലാഭമാണ്, ഒരു വലിയ ഡിമാൻഡ് ബൂസ്റ്ററാണ്. വില കുറയുമ്പോൾ ഡിമാൻഡ് വർദ്ധിക്കുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം, ഗോയൽ പറഞ്ഞു. വർദ്ധിച്ച ഡിമാൻഡ് കൂടുതൽ നിക്ഷേപത്തിനും കൂടുതൽ തൊഴിലവസരങ്ങൾക്കും കാരണമാകും, വളർച്ചയ്ക്ക് വലിയ ഉത്തേജനം നൽകും. ഈ ദീപാവലി സമ്മാനം 1.4 ബില്യൺ പൗരന്മാരുടെ ജീവിതം സുഗമാക്കുന്നതിനും മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിനും കാരണമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. GST നിരക്ക് കുറയ്ക്കൽ മൂലം ഈ വർഷം കേന്ദ്ര സർക്കാരിന് 3700 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമെന്ന് SBI. CPI പണപ്പെരുപ്പം 75 ബേസിസ് പോയിന്റ് വരെ കുറയാൻ സാധ്യത. അടുത്തിടെ നടപ്പിലാക്കിയ GST നിരക്ക് കുറയ്ക്കൽ മൂലം കേന്ദ്ര സർക്കാരിനുണ്ടായ വരുമാന നഷ്ടം 2026 സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 3700 കോടി രൂപയാകുമെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പറയുന്നു. 2024 സാമ്പത്തിക വർഷത്തിലെ അടിസ്ഥാന കണക്കുകൾ എടുക്കുമ്പോൾ GST നിരക്ക് കുറയ്ക്കൽ മൂലം സർക്കാർ 93,000 കോടി രൂപയുടെ മൊത്ത നഷ്ടം കണക്കാക്കിയിരുന്നതായി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ട്രെൻഡ് വളർച്ചയും ഉപഭോഗ വർധനയും അടിസ്ഥാനമാക്കി GSTയിൽ 3700 കോടി രൂപയുടെ വരുമാന നഷ്ടം പ്രതീക്ഷിക്കുന്നതായി റിപ്പോർട്ട് പറയുന്നു. വാർഷികാടിസ്ഥാനത്തിൽ GST പരിഷ്കരണത്തിന്റെ മൊത്തം സാമ്പത്തിക ആഘാതം ഏകദേശം 48,000 കോടി രൂപയെ സർക്കാർ കണക്കാക്കുന്നു. എന്നിരുന്നാലും ട്രെൻഡ് വളർച്ചയും ഉപഭോഗ വർധനവും അടിസ്ഥാനമാക്കിയുള്ള SBIയുടെ കണക്കുകൂട്ടലുകൾ 3700 കോടി രൂപയുടെ വളരെ ചെറിയ വരുമാന നഷ്ടത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഇത് ധനക്കമ്മിയിൽ ഏകദേശം 1 ബേസിസ് പോയിന്റ് ആഘാതം മാത്രമാണ്. മുൻകാലങ്ങളിൽ GST നിരക്ക് കുറയ്ക്കൽ ഏകദേശം 1 ട്രില്യൺ രൂപയുടെ അധിക വരുമാനത്തിലേക്ക് നയിച്ചതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. നികുതി നിരക്കുകൾ ലളിതമാക്കിയത് ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു താൽക്കാലിക ഉത്തേജനമായി കാണരുതെന്നും മറിച്ച് ഒരു ഘടനാപരമായ പരിഷ്കാരമായി കാണണമെന്നും റിപ്പോർട്ട് പറയുന്നു. CPI പണപ്പെരുപ്പം 45 ബേസ് പോയിന്റുകൾ കുറയുമെന്ന് SBI പ്രതീക്ഷിക്കുന്നു. ഇത് ഉപഭോക്താക്കൾക്ക് കൂടുതൽ ആശ്വാസം നൽകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. GST നിരക്കിളവ് ധനക്കമ്മിയിൽ സ്വാധീനം ചെലുത്തുമെന്ന് സാമ്പത്തിക വിദഗ്ധർ. ഉത്സവ സീസണിന് മുമ്പ് ഇന്ത്യയുടെ ചില്ലറ പണപ്പെരുപ്പം കുറയുമെന്നും കണക്കാക്കപ്പെടുന്നു. പുതുക്കിയ GST നിരക്കുകളുള്ള 453 ഉൽപ്പന്നങ്ങളിൽ 413 ഇനങ്ങൾക്ക് നിരക്ക് കുറച്ചപ്പോൾ 40 ഇനങ്ങൾക്ക് മാത്രമേ വർധനവുണ്ടായിട്ടുള്ളൂ. മുൻപ് 12% നികുതി ഏർപ്പെടുത്തിയിരുന്ന ഏകദേശം 295 ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ 5% അല്ലെങ്കിൽ നികുതി രഹിത ബ്രാക്കറ്റിന് കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ട്. GST നിരക്ക് കുറവ് സർക്കാരിന്റെ ധനക്കമ്മിയിൽ നേരിയ സ്വാധീനം ചെലുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഉത്സവ സീസണു മുമ്പ് ഇന്ത്യയുടെ CPI അടിസ്ഥാനമാക്കിയുള്ള ചില്ലറ പണപ്പെരുപ്പം കുറയുമെന്ന് കണക്കാക്കപ്പെടുന്നു. ഭക്ഷ്യവസ്തുക്കളിൽ 60% ഇപ്പോൾ 5% ബ്രാക്കറ്റിൽ ഉൾപ്പെടുന്നു. ഈ വിഭാഗത്തിലെ CPI പണപ്പെരുപ്പം 25 മുതൽ 30 ബേസിസ് പോയിന്റ് വരെ കുറയുമെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചീഫ് ഇക്കണോമിക് ഉപദേഷ്ടാവായ സൗമ്യകാന്തി ഘോഷ് പറയുന്നു. സേവനങ്ങളിലെ പുതിയ GST സ്ലാബുകൾ മറ്റു സാധനങ്ങളുടെയും സേവനങ്ങളുടെയും CPI പണപ്പെരുപ്പത്തിൽ 40 മുതൽ 45 ബേസിസ് പോയിന്റിന്റെ കുറവിന് കാരണമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ GST സ്ലാബുകൾ റിസർവ് ബാങ്കിന്റെ പണനിലപാട് കൂടുതൽ അയവ് വരുത്താൻ സഹായിക്കും. എന്നിരുന്നാലും സെൻട്രൽ ബാങ്ക് ഉടൻ റിപ്പോ നിരക്ക് കുറയ്ക്കാൻ സാധ്യതയില്ലെന്നും സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് ഓണത്തിന് റെക്കോർഡ് മദ്യവിൽപ്പന. 10 ദിവസം കൊണ്ട് വിറ്റത് 826 കോടി രൂപയുടെ മദ്യം. വിൽപ്പനയിൽ കരുനാഗപ്പള്ളി ഔട്ട്ലെറ്റ് 1ാം സ്ഥാനത്തെത്തി. സംസ്ഥാനത്ത് ഉത്രാട നാളിൽ 137 കോടി രൂപയുടെ മദ്യമാണ് വിറ്റത്. കഴിഞ്ഞ വർഷം 126 കോടിയുടെ മദ്യം വിറ്റഴിച്ച സ്ഥാനത്താണ് ഈ വർധന. തിരുവോണം പ്രമാണിച്ച് വെള്ളിയാഴ്ച സംസ്ഥാനത്ത് ബെപ്കോ കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകൾ അവധിയായതിനാലാണ് ഉത്രാട ദിവസം മദ്യവിൽപ്പന തകൃതിയായി നടന്നത്. 10 ദിവസം നീണ്ടുനിന്ന ഈ ഓണ സീസണിൽ 826 കോടി രൂപയുടെ മദ്യമാണ് വിറ്റത്. കഴിഞ്ഞ വർഷം ഓണക്കാലത്ത് ബെപ്കോയിലൂടെ 818.21 കോടി രൂപയുടെ മദ്യമാണ് വിറ്റത്. കൊല്ലം വെയർഹൌസിന് കീഴിലുള്ള കരുനാഗപ്പള്ളി ഔട്ട്ലെറ്റിലാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത്. 1,46 ലക്ഷം രൂപയുടെ മദ്യമാണ് വിറ്റുപോയത്. കൊല്ലം വെയർഹൌസിന് കീഴിലുള്ള ആശ്രാമ ഔട്ട്ലെറ്റിൽ 1,24 ലക്ഷം രൂപയുടെയും പെരിന്തൽമണ്ണ വെയർഹൌസിന് കീഴിലുള്ള ഇടപ്പാൾ കുറ്റിപ്പാൽ ഔട്ട്ലെറ്റിൽ 1,11 ലക്ഷം രൂപയുടെയും ചാലക്കുടി ഔട്ട്ലെറ്റിൽ 1,07 ലക്ഷം രൂപയുടെയും ഇരിങ്ങാലക്കുട ഔട്ട്ലെറ്റിൽ 1,03 ലക്ഷം രൂപയുടെയും കുണ്ടറയിൽ 1 കോടി രൂപയുടെ മദ്യവും ഉത്രാട ദിനത്തിൽ വിറ്റുപോയി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് റെക്കോർഡ് ഭേദിച്ചുള്ള സ്വർണ്ണവിലയുടെ കുതിപ്പ് തുടരുന്നു. ഇന്ന് ഗ്രാമിന് 70 രൂപ ഉയർന്ന് 9,865 രൂപയും പവന് 560 രൂപ കൂടി 78,920 രൂപയുമായി. കേരളത്തിൽ രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന വിലയാണിത്. 18 ക്യാരറ്റ് വിലയും ഉയർന്നു. ഗ്രാമിന് 65 രൂപ വർദ്ധിച്ച് 8,105 രൂപയിലായിരുന്നു വ്യാപാരം. അതേസമയം വെള്ളി വിലയിൽ ഇന്ന് മാറ്റമില്ല. ഗ്രാമിന് 133 രൂപയിലാണ് വ്യാപാരം നടന്നത്.